സ്മാർട്ട് LGSലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുള്ള ഏതൊരു PSC എക്സാമിനും ഏറ്റവും പ്രധാനമായും കൃത്യമായും മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഫാക്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അതായത് ഇന്ത്യ ഏത് അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം എന്താണ്, ഇന്ത്യയുടെ അതിർത്തികള്, ഇന്ത്യയുടെ അതിർത്തി രേഖകള്, അതുപോലെ തന്നെ എത്ര സംസ്ഥാനമുണ്ട് തുടങ്ങി നമുക്ക് എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് നമുക്ക് ക്ലാസ്സിലൂടെ പഠിക്കാം. ഓക്കെ, ഒരു 200 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ എല്ലാ ഭൂഖണ്ഡങ്ങളും കൂടിച്ചേർന്ന് ഒറ്റ വൻകരയായിട്ടാണ് ആദ്യം ഈ ഭൂമി ഉണ്ടായിരുന്നത്. അന്നിത് പാൻജിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. പാൻജിയ പിന്നെ രണ്ടായിട്ട് വിഭജിക്കുകയും വടക്കോട്ട് ലൗറേഷ്യയും തെക്ക് ഗോണ്ട്വാന ലാൻഡും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വടക്ക് ലൗറേഷ്യ, തെക്ക് ഗോണ്ട്വാന ലാൻഡ്. അങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ആയതിനു ശേഷം പിന്നെ സ്പ്ലിറ്റായി ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാണ് ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളായിട്ട് മാറുന്നത്. ഇതിൽ ഇന്ത്യ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇന്ത്യ ഏത് പുരാതന ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമാണ്. ഓക്കെ, ഇന്ത്യ ഏത് പുരാതന ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്? ഗോണ്ട്വാന ലാൻഡ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ്. എന്നാൽ അക്ഷാംശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലും രേഖാംശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂർവാർദ്ധഗോളത്തിലുമാണ്. അക്ഷാംശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലും രേഖാംശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂർവാർദ്ധഗോളത്തിലുമാണ്. ഓക്കെ, ഏഷ്യൻ വൻകരയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെക്കുക, ഏഷ്യൻ വൻകരയുടെ തെക്കു ഭാഗത്തായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിൽ സബ് കോർഡിനേറ്റ് എന്ന് പറയും. ഇത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഇന്ത്യ മാത്രമല്ല സ്ഥിതി ചെയ്യുന്നത്, കുറച്ച് രാജ്യങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായി വരുന്നു. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ്. ഓക്കെ, ഇത്രയും രാജ്യങ്ങൾ ഓർത്തു വയ്ക്കണം കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്ത് വരുന്ന രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. ഉത്തരാക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും ഉത്തരാക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും പൂർവ്വരേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലും ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ഭാഗമാണ്. അപ്പൊ ഉത്തരാക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും ഉത്തരാക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. പൂർവ്വരേഖാംശത്തിലാണ് ചോദിക്കുന്നെങ്കിൽ പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും പൂർവ്വരേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ അടിസ്ഥാന വസ്തുതകളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 28 സംസ്ഥാനങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ണടച്ചെഴുതാം 28. ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. എന്നാൽ ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. 28 സംസ്ഥാനങ്ങളുടെ പേര് കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേര് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം നിലവില് ഇപ്പൊ PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഒന്ന് ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ലഡാക്ക്. അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. സ്ത്രീ പുരുഷ അനുപാതം ഉയർന്ന സംസ്ഥാനം. സ്ത്രീ പുരുഷ അനുപാതം ഉയർന്ന സംസ്ഥാനം പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ കേരളമാണ് ആൻസർ. സ്ത്രീ പുരുഷ അനുപാതം ഉയർന്ന സംസ്ഥാനം കേരളം. അങ്ങനെയെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന. ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഹരിയാനയിൽ ഒരു ആനയുണ്ട്. അപ്പൊ ആന ഒരുപാടുള്ള സ്ഥലത്ത്, വിസ്തൃതി കൂടുതൽ ആനയ്ക്ക് നിൽക്കാനായിട്ട്. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ അവിടെ സ്ത്രീയും പുരുഷനൊക്കെ
താമസിക്കാനായിട്ടൊക്കെ സ്ഥലം കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവ് ഹരിയാന. അപ്പൊ അത് മറക്കാതെ ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അടുത്തത് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം പുതുച്ചേരിയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം പുതുച്ചേരി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു. വികലാംഗർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. രണ്ടിലും ഒരു പ്രദേശമുണ്ട്, അതുകൊണ്ട് അത് ഓർത്തു വെച്ച് പഠിക്കണം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം എല്ലാവർക്കും അറിയാം, കേരളം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശില് വികലാംഗർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് പറഞ്ഞു. അതുപോലെ തന്നെ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് പറഞ്ഞു. ഇപ്പോഴിതാ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. മറ്റൊരു പ്രത്യേകത, മൂന്നാം ലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല അലിരാജ്പൂർ മധ്യപ്രദേശ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല അലിരാജ്പൂർ മധ്യപ്രദേശ്. സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ്. സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി. ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ദ്വീപുകൾ കൂടുതലായതുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് തിങ്ങിപ്പാർക്കാനായിട്ട് കുറവാണ്, തിങ്ങിപ്പാർക്കാൻ അവർക്ക് കഴിയില്ല. അപ്പം എന്താണ് നമുക്ക് പറയാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ദ്വീപ് ഓർത്താൽ മതി, പെട്ടെന്ന് നമുക്ക് അതിന് ആൻസർ കിട്ടും. അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി. ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതായിരിക്കും? ലഡാക്ക് ആണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് ഇന്ത്യക്ക്. ആ ഇന്ത്യയിലെ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ വലുത് ലഡാക്കും ചെറുത് ലക്ഷദ്വീപും. ഓക്കെ, തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം.